നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. സൗത്ത് അമേരിക്കൻ വമ്പന്മാരായ ബ്രസീൽ ഇപ്പോൾ വളരെ മോശം സമയത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ പരിശീലകനായ ഫെർണാണ്ടോ ഡെനിസിനെ പുറത്താക്കിക്കൊണ്ട് ഡൊറിവാൽ ജൂനിയറെ പുതിയ പരിശീലകനായിക്കൊണ്ട് നിയമിച്ചിരിക്കുന്നത്. വരുന്ന മാർച്ച് മാസത്തിലാണ് ബ്രസീൽ ദേശീയ ടീമിൻ്റെ പരിശീലകനായിക്കൊണ്ട് ഡൊറിവാൽ ജൂനിയർ അരങ്ങേറ്റം നടത്തുക. 2 സൗഹൃദ മത്സരങ്ങളാണ് ബ്രസീൽ വരുന്ന മാർച്ച് മാസത്തിൽ കളിക്കുക. മാർച്ച് 23-ാം തീയതി നടക്കുന്ന മത്സരത്തിൽ യൂറോപ്യൻ വമ്പന്മാരായ ഇംഗ്ലണ്ടിനെതിരെയാണ് ബ്രസീൽ കളിക്കുക. വെംബ്ലിയിൽ വെച്ചുകൊണ്ടാണ് ആ മത്സരം നടക്കുക. പിന്നീട് 3 ദിവസങ്ങൾക്ക് ശേഷം ബ്രസീൽ സ്പെയിനിനെ നേരിടും. ഈ മത്സരം സ്പെയിനിൽ വെച്ചുകൊണ്ടാണ് ബ്രസീൽ കളിക്കുക. ഈ മത്സരത്തിൻ്റെ കാര്യത്തിലുള്ള ഒഫീഷ്യൽ സ്ഥിരീകരണങ്ങൾ സ്പെയിൻ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതായത് റേസിസത്തിനെതിരെയുള്ള ക്യാമ്പയിനിൻ്റെ ഭാഗമായി കൊണ്ടാണ് ഈ ഒരു സൗഹൃദ മത്സരം ഇപ്പോൾ സംഘടിപ്പിക്കപ്പെടുന്നത്. റയൽ മാഡ്രിഡിൻ്റെ മൈതാനമായ സാന്റിയാഗോ ബെർണാബുവിൽ വെച്ചുകൊണ്ടാണ് ഈ പോരാട്ടം നടക്കുക. 10 വർഷത്തിന് ശേഷം ആദ്യമായാണ് ഒരു ദേശീയ ടീമിൻ്റെ മത്സരം സാന്റിയാഗോ ബെർണാബുവിൽ ഇപ്പോൾ സംഘടിപ്പിക്കപ്പെടുന്നത്. ആൻറ്റി റേസിസം ക്യാമ്പയിനിൽ സ്പെയിൻ നടത്താനുള്ള ഒരു സാഹചര്യം അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ലാലിഗയിലെ ബ്രസീലിയൻ താരങ്ങൾ പലപ്പോഴും സ്പെയിനിൽ വെച്ചുകൊണ്ട് വംശീയമായ അധിക്ഷേപങ്ങൾക്ക് ഇരയാവാറുണ്ട്. പ്രത്യേകിച്ച് വിനീഷ്യസ് ജൂനിയർ ഉൾപ്പെടെയുള്ളവർക്ക് പലപ്പോഴും ക്രൂരമായ വംശീയ അധിക്ഷേപങ്ങൾ നേരിടേണ്ടി വരാറുണ്ട് എന്നുള്ളതാണ്. ഇതിനെതിരെയുള്ള ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഇപ്പോൾ ബ്രസീലും സ്പെയിനും ഈ ഒരു സൗഹൃദ മത്സരം കളിക്കുന്നത്. ഏതായാലും ഒരു കടുത്ത പോരാട്ടം തന്നെ ഫുട്ബോൾ ലോകത്തെ കാത്തിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീണ്ടും കാണാം.